വാപ്പയുടെ മഹത്വം എന്തെന്നറിയോ? സ്വർഗത്തിലെ മധ്യത്തിലെ സ്വർഗത്തിന്റെ നടുക്കത്തെ കവാടം വാപ്പയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിന്റെ കവാടത്തില് മധ്യഭാഗത്തെ വാതിലുണ്ടല്ലോ, മോനെ അതാണടാ വാപ്പ, മോനെ അതാണടാ വാപ്പ. വാപ്പയുടെ മനസ്സ് വേദനിപ്പിച്ചാലും നിനക്ക് രക്ഷപ്പെടാൻ കഴിയൂല. ഉമ്മായുടെയും വാപ്പയുടെയും മനസ്സ് വേദനിപ്പിക്കരുത്. അവരെ സ്നേഹിച്ചാൽ, അവരെ ബഹുമാനിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം കേൾക്കണോ? അല്ലാഹു നിന്റെ ആയുസ് നീട്ടി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വാപ്പയെയും ഉമ്മയെയും പൊന്നുപോലെ നോക്കുന്നവരുണ്ട്. പടച്ചവരെ ഇന്ന് വാതിന് വരുമ്പോ പടച്ചവരെ ഹംസ എന്ന് പറയുന്ന സഹോദരൻ പറഞ്ഞു, ഉസ്താദ് എന്റെ വാപ്പ മരണപ്പെട്ടു ഉസ്താദ്, എന്റെ ഉമ്മ രോഗിയാട്, എന്റെ ഉമ്മ രോഗിയാട്. പടച്ചവരെ ആഫിയത്ത് കൊടുക്കണം. പ്രായമായിട്ടും ഇന്നും നോക്കുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്ന എത്രയോ മക്കളുണ്ട്. എന്റെ പ്രിയമുള്ളവര്, പ്രായമായ ഉമ്മാനെയും വാപ്പാനെയും സ്നേഹിക്കുന്ന മക്കൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം പടച്ചറപ്പവരുടെ ആയുസ് നീട്ടിക്കൊടുക്കുകയാ. അവരുടെ ആയുസ് അല്ലാഹു നീട്ടിക്കൊടുക്കും. രണ്ട്, അവരെ ബഹുമാനിക്കുന്ന മക്കൾ അല്ലാഹു അവന് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിന്നെ പൊന്നുപോലെ നോക്കുന്ന, മരിക്കാൻ കിടക്കുന്ന സമയത്ത് ചാരത്ത് വന്നിട്ട് വാപ്പയുടെയും ഉമ്മയുടെയും തലയിൽ ഇങ്ങനെ തലോടിയിട്ട് സംസം വെള്ളമെടുത്ത് വായിലൊടിച്ചു തന്നിട്ട് വാപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു തരുന്ന മക്കള് നിനക്ക് അല്ലാഹു തരും. ചെറുപ്പക്കാരാ, അല്ലാഹുവേ മൂന്നാമത്തെ